റിപ്പോർട്ടർ ഇമ്പാക്ട് ഹൈഡൽ ടൂറിസം ടെൻഡറുകൾ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പാർട്ടിയിലെ നേതാക്കൾക്ക് മാനദണ്ഡം മറികടന്ന് നൽകിയ വാർത്ത റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു. നമ്മുടെ പ്രതിനിധി TV പ്രസാദിന്റെ സ്പെഷ്യൽ അന്വേഷണത്തിലാണ് ഈ വാർത്ത നമ്മൾ കണ്ടെത്തിയത്. ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രാഥമിക അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് വിജിലൻസ്. പരാതിക്കാർക്ക് വിജിലൻസ് അയച്ച നോട്ടീസിന്റെ പകർപ്പ് ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. സംസ്ഥാനത്തെ 6 ഡാമുകളിലെ വാട്ടർ സ്പോർട്സും ബാണാസുര ഡാമിലെ ബുൾ റൈഡും അടക്കമുള്ള നിരവധി ടെൻഡറുകൾ ജനതാദൾ എസ് നേതാവ് CH അഷറഫ് ഉൾപ്പെട്ട കമ്പനിക്കാണ് ലഭിച്ചത്. ഹൈഡൽ ടൂറിസം ഡയറക്ടർ നരേന്ദ്രനാഥ് വെല്ലൂരി അനധികൃതമായി ടെൻഡർ അനുവദിച്ച കാര്യം റിപ്പോർട്ടറാണ് രേഖകൾ സഹിതം പുറത്തു കൊണ്ടുവന്നത്. TV പ്രസാദിന്റെ കൂടുതൽ വിവരങ്ങളുമായി TV പ്രസാദ്. ഗുഡ് മോർണിംഗ് TV പ്രസാദ്. ആ വാർത്തയ്ക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നു. ഹൈഡൽ ടൂറിസം പദ്ധതിയിലുള്ള ക്രമക്കേടിനെ കുറിച്ച്, ആ ടെൻഡറിലുള്ള ചില ചട്ടവിരുദ്ധമായ കാര്യങ്ങളെക്കുറിച്ച്, വെല്ലൂരിയുടെ നീക്കങ്ങളെക്കുറിച്ച് നമ്മളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ അതിൽ വിജിലൻസിന്റെ ഒരു പ്രാഥമിക അന്വേഷണം വരുന്നു എന്നാണ് അറിയുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ TV പ്രസാദ്? ഗുഡ് മോർണിംഗ് അരുൺ പറഞ്ഞതുപോലെ വിജിലൻസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി എന്നതാണ്. നേരത്തെ തന്നെ ഇതിൽ വ്യാപകമായ പരാതികൾ ഉണ്ടായിരുന്നു. പക്ഷേ പരാതി ഒരു തരത്തിലും ആരും ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. കാരണം വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പാർട്ടിയായ JDSന്റെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെട്ട കമ്പനികൾക്കാണ് ഈ ടെൻഡറുകളെല്ലാം കിട്ടുന്നത് എന്നുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അന്വേഷിക്കേണ്ട സംവിധാനങ്ങൾ അനങ്ങാതിരുന്നത്. പക്ഷേ തുടർച്ചയായ നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെയാണ് വിജിലൻസ് പ്രാഥമിക അന്വേഷണത്തിൻ്റെ നടപടികളിലേക്ക് കടന്നതും പരാതിക്കാരും ജീവനക്കാരും ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് കൊടുത്തു തുടങ്ങിയതും. അരുൺ, നമുക്കറിയാവുന്നതുപോലെ സംസ്ഥാനത്തെ 6 ഡാമുകളിലാണ് KSEBിക്ക് കീഴിലെ ഹൈഡൽ ടൂറിസം പദ്ധതിയുടെ പേരിൽ വിവിധ ടെൻഡറുകൾ ഉള്ളത്. അത് വാട്ടർ സ്പോർട്സ്, ബുൾ റൈഡ്, ചിൽഡ്രൻ പെഡൽ ബോട്ട് തുടങ്ങി ഒരുപാട് ഐറ്റങ്ങൾ ഈ ടൂറിസത്തിൻ്റെ ഭാഗമായുണ്ട്. അതൊന്നും ചെറിയ വരുമാനമാണെന്ന് കരുതണ്ട. സീസണുള്ള സമയത്താണെങ്കിൽ ഓരോ ദിവസവും ലക്ഷക്കണക്കിന് രൂപയാണ് പലയിടങ്ങളിൽ നിന്നും വരുമാനം. ഇവിടെ യഥാർത്ഥത്തിൽ ഒരുപാട് വർഷം പരിചയമുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടുള്ള കമ്പനികൾ ടെൻഡറിലേക്ക് വരുമ്പോൾ ആ കമ്പനിയെ ഈ ഹൈഡൽ ടൂറിസത്തിൻ്റെ ഡയറക്ടർ നരേന്ദ്രനാഥ് വെല്ലൂരി IFS തോൽപ്പിച്ചുകൊണ്ട് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളായ CH അഷ്റഫ്, ബെന്നി മൂഞ്ഞാലി തുടങ്ങിയവരടങ്ങിയ പുതുപുത്തൻ കമ്പനിക്ക്, അതായത് ടെൻഡർ ചെയ്യുന്ന സമയത്ത് രജിസ്ട്രേഷൻ പോലുമില്ലാത്ത കമ്പനിക്കാണ് ടെൻഡർ കൊടുത്തത് എന്ന് രേഖകൾ സഹിതം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് എന്തായാലും ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. ആ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണം തുടങ്ങിയിരിക്കുന്നു. ഒപ്പം അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം മന്ത്രിയും പറഞ്ഞത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതിലൊരു അനക്കം വെച്ചിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഇനിയും പുറത്തു വരാനുമുണ്ടായിരുന്നു. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ തുടർന്നും നൽകേണ്ടതുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും TV പ്രസാദാണ്. നേരത്തെ ഈ സൈക്കിൾ എടുത്തൊരു വിഷയത്തിന് പിന്നാലെ പോകുന്നവനെ കുറിച്ച് പറഞ്ഞില്ലേ, നമ്മുടെ P ജയരാജനെ കുറിച്ച് പറഞ്ഞതുപോലെ TV പ്രസാദിന്റെ കാര്യത്തിലും അങ്ങനെയായിരുന്നു. സൈക്കിൾ എടുത്ത് പുള്ളി ഒരു വിഷയത്തിന്റെ കൂടെ അങ്ങ് അറ്റം കണ്ടേ അടങ്ങത്തുള്ളൂ. സൈക്കിൾ എടുത്ത് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കും. അപ്പോൾ ഇന്നലെ ഹൈഡൽ ടൂറിസം പദ്ധതിയുടെ വാർത്ത TV പ്രസാദാണ് പുറത്തു കൊണ്ടുവന്നത്. വാർത്തയിൽ ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള അന്വേഷണം വന്നിരിക്കുന്നു. മന്ത്രിയുടെ അടുപ്പക്കാർക്കൊക്കെ പ്രത്യേകിച്ച് ടെൻഡറൊക്കെ കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടാവും. ചട്ടപ്രകാരമാണെങ്കിൽ ആർക്കും പരാതിയില്ല. പക്ഷേ അങ്ങനെയല്ല എന്നുള്ളതാണ് TV പ്രസാദ് റിപ്പോർട്ടിൽ മനസ്സിലാവുന്നത്.